ഹായ് ഗൈസ്, കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ പറഞ്ഞിരുന്നത് ട്രേഡിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ചായിരുന്നു, ട്രേഡിംഗ് സൈക്കോളജിയെ കുറിച്ചായിരുന്നു അല്ലേ. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ ട്രേഡിങ്ങിലോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന, എസ്പെഷ്യലി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ട്രേഡ് ചെയ്തുകൊണ്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന, എല്ലാ ബിഗിനേഴ്സിനും ചെയ്യാൻ സാധിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 5 മിനിറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയെ കുറിച്ചാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾക്ക്, എസ്പെഷ്യലി ഡേ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് ഏതൊരു ബിഗിനേഴ്സിനും ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ 5 മിനിറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്താണ് ഈ 5 മിനിറ്റ് സ്ട്രാറ്റജി? ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ആദ്യം ചെയ്യണം, നമ്മൾ ഇന്ത്യ മാർക്കറ്റ് എപ്പോഴാണ് ഓപ്പൺ ചെയ്യുക? ഒരു 9:15 ഓപ്പൺ ചെയ്യല്ലേ. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ചാർട്ടുകൾ എന്ത് ചെയ്യുക, 5 മിനിറ്റിലോട്ട് പ്ലോട്ട് ചെയ്യാം. 5 മിനിറ്റിലോട്ട് ആക്കിയതിന് ശേഷം ഇന്ത്യ മാർക്കറ്റിൽ 9:15 ഉണ്ടാവുന്ന 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഹൈ പോയിന്റും ലോ പോയിന്റും എന്ത് ചെയ്യുക, നമ്മൾ മാർക്ക് ചെയ്യുക. ഏത് ഡയറക്ഷനിലോട്ടാണോ മാർക്കറ്റ് ബ്രേക്ക് ആവുന്നത്, ഉദാഹരണത്തിന് നമ്മളൊരു ഹൈ ഏരിയ പ്ലോട്ട് ചെയ്തു, ആ ഹൈ ഏരിയനെ ബ്രേക്ക് ചെയ്യുന്നത് ഒരു ബുള്ളിഷ് ക്യാൻഡിലോ, അല്ലെങ്കിൽ നമ്മളൊരു ലോ ഏരിയ പ്ലോട്ട് ചെയ്തു, ആ ലോ ഏരിയനെ പ്ലോട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്ന ഒരു ബിയറിഷ് ക്യാൻഡിലോ ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, എൻഡിൽ പുഷ് ചെയ്യാം. അതായത് ഹൈ ഏരിയനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ ബൈ എൻട്രിയും, ലോ ഏരിയനെ ബ്രേക്ക് ചെയ്യുന്നത് ഒരു ബിയറിഷ് ക്യാൻഡിൽ ആണെങ്കിൽ ഒരു സെൽ എൻട്രി നമുക്ക് എന്ത് ചെയ്യാവുന്നത്, പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജിയുടെ പേരാണ് എന്ത്, നമ്മൾ 5 മിനിറ്റ് ക്യാൻഡിൽ സ്ട്രാറ്റജി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് എന്ത് ചെയ്യാം, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ടാണ്. നമ്മൾ ഈ ചാർട്ട് ഏകദേശം 5 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ആഗസ്റ്റ് 5-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് 9:15 5 മിനിറ്റ് ക്യാൻഡിൽ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം ഇതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഒരു 9:15 ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ റെഡ് ക്യാൻഡിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ ഹൈ പോയിന്റ് ലോ പോയിന്റ് എന്ത് ചെയ്യുക, പ്ലോട്ട് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, ഹൈ പോയിന്റ് പ്ലോട്ട് ചെയ്തു, അതേപോലെ തന്നെ എന്തും പ്ലോട്ട് ചെയ്തു, നമ്മൾ ലോ പോയിന്റും പ്ലോട്ട് ചെയ്തു. ഇനി ഫസ്റ്റ് ബ്രേക്ക് വന്നുള്ള ഇങ്ങോട്ട് താഴത്തോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഈ ലോ ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബ്രേക്ക് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ബ്രേക്ക് അല്ല നമ്മൾ നോക്കേണ്ടത്, താഴത്തോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഒരു ബിയറിഷ് ക്യാൻഡിലാവണം, മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താണ്, ബുള്ളിഷ് ക്യാൻഡിലാവണം. അപ്പോൾ താഴത്തോട്ട് എന്ത് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിയറിഷ് ക്യാൻഡിൽ ഇത് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിയറിഷ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത ഉടനെ നമ്മൾ എന്ത് ചെയ്യും, എൻഡുകൾ പുഷ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് നമ്മൾ എന്ത്, ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ഉടനെ നമ്മൾ എന്ത് ചെയ്യും, എൻഡുകൾ പുഷ് ചെയ്യും. ഈ ക്യാൻഡലിൻ്റെ ഏകദേശം ഒരു ഹൈ ഏരിയയിലാണ് എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഒരു 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് എന്ത് ചെയ്യുക, നമ്മൾ മിനിമം ക്യാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് എൻഡ് ഉണ്ടാകുന്ന ഒരു 9:35-നാണ്. ഏകദേശം നമ്മുടെ TP അടിച്ചുള്ളത് 1:15-നാണ്. ഏകദേശം ആ ഒരു ദിവസം നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഏകദേശം 1:3 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എത്ര ക്യാച്ച് ചെയ്താൽ മതി, 1:2 എന്ത് ചെയ്താൽ മതി, റിസ്ക് റിവാർഡ് റേഷ്യോ ക്യാച്ച് ചെയ്താൽ മതി. ഇനി പ്രീവിയസ് ഡേ നോക്കുന്ന സമയത്ത്, ഇപ്പോൾ 4-ാം തീയതി നോക്കുന്ന സമയത്ത് ഏകദേശം 4-ാം തീയതി നോക്കുന്ന സമയത്ത് ഇതാണ് എന്ത് ചെയ്യുന്നത്, 4-ാം തീയതിയുടെ ഈ ഒരു 9:15 ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഗ്രീൻ ക്യാൻഡിലാണ്. നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ഹൈ ഏരിയ പ്ലോട്ട് ചെയ്തു, അതേപോലെ തന്നെ എന്ത് ചെയ്തു, ലോ ഏരിയ പ്ലോട്ട് ചെയ്തു. മാർക്കറ്റ് എന്ത് ചെയ്തില്ല, ലോ ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല ബുള്ളിഷ് ക്യാൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹൈ ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബ്രേക്കിങ്ങിന് ഉടനെ നമ്മൾ എന്ത് ചെയ്യും, എൻഡുകൾ പുഷ് ചെയ്യും. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇവിടെയാണ് എന്ത് ചെയ്യുക, നമ്മൾ എൻഡുകൾ എടുക്കുന്നുണ്ടാവുക. ഈ ക്യാൻഡിൽ തൊട്ട് താഴെ എന്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കും. ഏകദേശം ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നത്. ഏകദേശം 1:2 റിസ്ക് റിവാർഡ് നമ്മൾ ക്യാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു 2-3 ക്യാൻഡിൽസ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നമുക്ക് റിസ്ക് റിവാർഡ് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 ട്രേഡ്സ് നമുക്ക് എന്ത് TP ഹിറ്റ് ആയിട്ടുണ്ട്. ഇനി പ്രീവിയസ് ഡേ നോക്കുന്ന സമയത്ത് ആഗസ്റ്റ് 1-ാം തീയതി നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആഗസ്റ്റ് 1-ാം തീയതിയിലോട്ട് നോക്കുന്ന സമയത്ത് ആഗസ്റ്റ് 1-ാം തീയതിയുടെ 9:15 ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഗ്രീൻ ക്യാൻഡിലാണ്. ആഗസ്റ്റ് 1-ാം തീയതിയുടെ ഗ്രീൻ ക്യാൻഡിൽ. അപ്പോൾ നമ്മൾ ഇതിന് ഹൈ പോയിന്റ് പ്ലോട്ട് ചെയ്തു, അതേപോലെ തന്നെ ഇതിൻ്റെ എന്ത് ഏരിയ പ്ലോട്ട് ചെയ്തു, ലോ ഏരിയ പ്ലോട്ട് ചെയ്തു. ഒരു ഹൈ ഏരിയ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത ഉടനെ നമ്മൾ ഏത് എൻട്രി പുഷ് ചെയ്യും, ഒരു ബൈ എൻട്രി പുഷ് ചെയ്യും. സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യും, ഈ ക്യാൻഡിൽ തൊട്ട് താഴെ വെക്കും. ഏകദേശം 1:2 റിസ്ക് റിവാർഡ് എന്ത് ചെയ്യുക, നമ്മൾ ക്യാച്ച് ചെയ്യുക. ഏകദേശം 1:2 റിസ്ക് റിവാർഡ് എന്ത് ഹിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം 1-2 ക്യാൻഡിലോട് തന്നെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നമുക്ക് നമ്മുടെ TP ഹിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി പ്രീവിയസ് ഡേ നോക്കുന്ന സമയത്ത് 31 ജൂലൈ 31 നോക്കുന്ന സമയത്ത് നമ്മുടെ 9:15 ക്യാൻഡിൽ എന്ന് പറയുന്നത് ഏകദേശം ഈ ക്യാൻഡിലാണ്. നമ്മൾ ഇതിൻ്റെ ഹൈ ഏരിയ പ്ലോട്ട് ചെയ്തു, അതേപോലെ തന്നെ ഇതിൻ്റെ എന്ത് ചെയ്തു, ലോ ഏരിയ പ്ലോട്ട് ചെയ്തു. നമ്മൾ ഇതിന് ഹൈ ഏരിയ ബ്രേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഈ ഹൈ ഏരിയ മാർക്കറ്റ് എന്ത് ചെയ്ത് ബ്രേക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന്, ഡോണ്ട് വറി, അവിടെ എന്ത് ചെയ്ത് SL അടിച്ചിട്ടുണ്ട്. കാരണം സ്റ്റോപ്പ് ലോസ് ഈസ് പാർട്ട് ഓഫ് ദി ഗെയിം. ലോസിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ട്രേഡർ എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഈ ദിവസം എന്ത് ചെയ്യാണ്, നമുക്ക് ലോസാണ് വന്നത്. ഇനി പ്രീവിയസ് ഡേ നോക്കുന്ന സമയത്ത് ഏകദേശം 30-ാം തീയതി നോക്കുന്ന സമയത്ത് 9:15 ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ നോക്കുന്ന സമയത്ത്
കാലിൻ്റെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ എന്ത് ഇതിൻ്റെ ഹൈ പോയിന്റ് ലോ പോയിന്റ് ഇനി വിക്സ് ആയിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ബോഡി ആയിട്ടും പ്ലോട്ട് ചെയ്യും. പക്ഷേ ഏറ്റവും ബെറ്റർ ഈ ഏരിയ പ്ലോട്ട് ചെയ്യുന്നതാണ്. നമ്മൾ എന്ത് ഈ ഏരിയ പ്ലോട്ട് ചെയ്യുന്നത് നല്ല സ്ട്രോങ് ആയൊരു ബിയറിഷ് ക്യാൻഡിൽ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്തു ഇവിടെ നമ്മൾ സെല്ലിൻ്റെ പ്ലേസ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യും ഈ ക്യാൻഡിൽ അടിയിലോട്ട് വെക്കും. 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് ക്യാച്ച് ചെയ്യും. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ എന്ത് ചെയ്യാൻ പറ്റിയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കുന്നതാണ് സമയത്ത് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഏകദേശം ഒരു 4 എൻട്രി അല്ലെങ്കിൽ 5 എൻട്രി എടുത്ത സമയത്ത് ഏകദേശം 1 2 3 4 5 എൻട്രിയുടെ സമയത്ത് ഒരു സ്റ്റോപ്പ് ലോസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ബാക്കി 4 എന്താണ് TP ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോസ് ഡെഫിനറ്റ്ലി വരും, കാരണം ആക്സെപ്റ്റിംഗ് ദ ലോസസ് എന്നുള്ളതാണ് എല്ലാ ട്രേഡേഴ്സും ഫോക്കസ് ചെയ്യേണ്ട കാര്യം. പക്ഷേ ഒരു ബിഗിനർ ട്രേഡർക്ക് വളരെ സിമ്പിളായിട്ട് ഇന്ത്യ മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഏത് ഈ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രാറ്റജി ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോപ്പറായുള്ള റിസ്ക് മാനേജ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യണം ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ ഇനി ഇതിനോട് കൂടെ നിങ്ങളുടെ ട്രെൻഡ് മറ്റു കാര്യങ്ങളൊക്കെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്വാളിറ്റി എന്ത് ചെയ്യാവുന്നത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ ഒരുപാട് സ്ട്രാറ്റജീസും ഇമോഷൻ ആൻഡ് ഡിസിപ്ലിൻ ഫോളോ ചെയ്യാൻ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ എന്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രേഡിങ്ങിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.